നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 ഇന്ന് ബുദ്ധപൂർണിമ. ലോകമെമ്പാടുമുള്ള ബുദ്ധമത അനുയായികൾ ഇന്ന് ശ്രീബുദ്ധൻ്റെ ജന്മവാർഷികം ആഘോഷിക്കുന്നു. വൈശാഖ മാസത്തിലെ പൗർണമി ദിവസമാണ് ബുദ്ധപൂർണിമയായി ആഘോഷിക്കുന്നത്. വാരണാസിയിലെയും പ്രയാഗ്രാജിലെയും ഗയയിലെയും വിശ്വാസികൾ ഗംഗാസ്നാനവും പ്രാർത്ഥനായോഗങ്ങളും ഈ ദിനത്തിൽ നടത്തുന്നത് പതിവാണ്. ചിലർ മഹാവിഷ്ണുവിൻ്റെ അവതാരമായാണ് ഗൗതമ ബുദ്ധനെ കണക്കാക്കുന്നത്. ശ്രീബുദ്ധൻ ജനിച്ചതും ബോധോദയം സിദ്ധിച്ചതും തൻ്റെ ആത്മീയ തീർത്ഥയാത്ര ആരംഭിച്ചതും ഒടുവിൽ നിർവ്വാണമടഞ്ഞതും ഈ ദിവസമാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ബുദ്ധമത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷ ദിനമാണ് ബുദ്ധപൂർണിമ. ബുദ്ധൻ്റെ ജന്മസ്ഥലമായ സാരനാഥിൽ വിശ്വാസികൾ ഈ ദിനത്തിൽ സംഗമിക്കുന്നു. ബോധ്ഗയയിൽ വെച്ചാണ് ശ്രീബുദ്ധന് ബോധോദയം സിദ്ധിച്ചതെങ്കിലും തൻ്റെ പിൻഗാമികളെ അദ്ദേഹം കണ്ടെത്തിയതും ആദ്യത്തെ ധർമ്മപ്രബോധനം നടത്തിയതും സാരനാഥിലാണ്. അഹിംസാ മന്ത്രങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിൽ ഉരുവിട്ടുറപ്പിച്ച് ബുദ്ധദേവൻ്റെ ആധ്യാത്മിക ചൈതന്യം ആത്മാവിൽ കൂടുതൽ ദൃഢമായി വിളക്കി ചേർക്കുകയാണ് ബുദ്ധമത വിശ്വാസികൾ ഇന്ന് ചെയ്യുക. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ മനീഷ പഞ്ചകം ആലപിക്കുന്നത് കേൾക്കാം. ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ വാചാ ഗുരോഃ നിത്യം ബ്രഹ്മ നിരന്തരം വിമൃശതാ നിർവ്യാജശാന്താത്മനാ ഭൂതം ഭാവി ച ദുഷ്കൃതം പ്രദഹതാ സംവിന്മയേ പാവകേ പ്രാരബ്ധായ സമർപ്പിതം സ്വവപുരിത്യേഷ മനീഷാ മമ. ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ വാചാ ഗുരോഃ നിത്യം ബ്രഹ്മ നിരന്തരം വിമൃശതാ നിർവ്യാജശാന്താത്മനാ ഭൂതം ഭാവി ച ദുഷ്കൃതം പ്രദഹതാ സംവിന്മയേ പാവകേ പ്രാരബ്ധായ സമർപ്പിതം സ്വവപുരിത്യേഷ മനീഷാ മമ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം
സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശാങ്കരകൃതികളിൽ മനീഷാ പഞ്ചകത്തിൽ 2 ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. തുടർന്ന് 3-ാം ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞത് ഏകവും അദ്വയവുമായ ബ്രഹ്മമാണ് താനെന്ന ദൃഢബോധം ആർക്കാണോ ഉള്ളത്, അയാൾ ലോകദൃഷ്ടിയ ചണ്ടാളനാവട്ടെ, അയാൾ ലോകദൃഷ്ടിയ ദ്വിജനാവട്ടെ, അയാൾ ഗുരുവാണ്. ഇതാണ് എൻ്റെ ഉറച്ച നിശ്ചിതമായ ബോധം എന്നാണ് ആവർത്തിച്ചത്. ഇവിടെ പറയുകയാണ്, ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ വാചാ ഗുരോഃ നിത്യം ബ്രഹ്മ നിരന്തരം വിമൃശത നിർവ്യാജശാന്താത്മനാ ഭൂതം ഭാവി ച ദുഷ്കൃതം പ്രദഹത സംവിന്മയേ പാവകേ പ്രാരബ്ധായ സമർപ്പിതം സ്വവപുരിത്യേഷാ മനീഷാ മമ. ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ വാചാ ഗുരോഃ നിത്യം ബ്രഹ്മ നിരന്തരം വിമൃശത നിർവ്യാജശാന്താത്മനാ ഭൂതം ഭാവി ച ദുഷ്കൃതം പ്രദഹത സംവിന്മയേ പാവകേ പ്രാരബ്ധായ സമർപ്പിതം സ്വവപുരിത്യേഷാ മനീഷാ മമ. ഇവിടെയും ഏഷാ മനീഷാ മമ എന്ന് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇതാണ് എൻ്റെ ദൃഢമായ അവബോധം, തിരിച്ചറിവ്. എൻ്റെ മനീഷയാണിത്. എന്നാൽ മുൻ ശ്ലോകങ്ങളിൽ പറഞ്ഞ ചണ്ടാളനാകട്ടെ ദ്വിജനാകട്ടെ ബ്രഹ്മനിഷ്ഠൻ ഗുരുവാണ് എന്നുള്ള വാക്യമല്ല 3-ാമത്തെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. മറിച്ച് ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ. ശശ്വന്നശ്വരം അല്ലാത്തൊരു പദപ്രയോഗമാണത്. ശശ്വന്നശ്വരം, ശാശ്വതമായി നശ്വരമായ, ശാശ്വതമായി അശാശ്വതമാണെന്നുള്ള, അതാണ് ആ പ്രയോഗത്തിൻ്റെ ഒരു സൗന്ദര്യം. ശശ്വന്നശ്വരം, ശശ്വത് എപ്പോഴും, നശ്വരം നശ്വരമായത്, നശിക്കുന്ന ഭാവത്തോടു കൂടിയത്. ഇപ്പം എന്താണ് ഈ വിശ്വത്തിൻ്റെ സ്വഭാവം? അഖിലം വിശ്വം, ലോകം മുഴുവൻ. വിശ്വം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ലോകം എന്നർത്ഥമുണ്ട്. അഖില പ്രപഞ്ചത്തിനും ചേർത്ത് പറയാവുന്ന പദമാണ് വിശ്വം എന്നുള്ളത്. ഇനി വിശ്വശബ്ദത്തിന് മറ്റൊരർത്ഥം എല്ലാം എന്നർത്ഥമുണ്ട്. എല്ലാം, എന്തുണ്ടോ അതെല്ലാം. അപ്പോൾ വിശ്വം എന്ന് പറഞ്ഞാൽ തന്നെ അഖിലവും എന്നർത്ഥമായി. എന്നിട്ടും മതിയാവാതെ ആചാര്യൻ പറയുകയാണ് വിശ്വമഖിലം, വിശ്വം മുഴുവനും, സകല ഭുവനങ്ങളും, സകല ലോകങ്ങളും. എങ്ങനെയുള്ളതാണ്? ശശ്വന്നശ്വരം, ശാശ്വതമായി അശാശ്വതമാണ്. ഇതാണ് ലോകങ്ങളുടെ സ്വഭാവം. ഈ ലോകത്തിൽ അഥവാ ലോകങ്ങളിൽ എന്തെങ്കിലും ശാശ്വതമായിട്ടുണ്ടോ എന്നന്വേഷിച്ചാൽ ആചാര്യന് പറയാനുള്ളത് ശശ്വന്നശ്വരം എന്നാണ്. ഈ വിശ്വത്തിലെല്ലാം നശ്വരമാണ്. എല്ലാം ഉണ്ടാവുന്നതും തൽക്കാലം നിലനിൽക്കുന്നതും പിന്നീട് നശിക്കുന്നതുമാണ്. നശ്വരമാണെന്നുള്ളതാണ് ഈ വിശ്വത്തിലെ അനശ്വരമായ നിയമം. അപ്പോൾ ശാശ്വതമായി തന്നെ അശാശ്വതമാണ് വിശ്വം.
ഒരിക്കലും ഒന്നും തന്നെ സ്ഥായിയായി നിൽക്കുന്നില്ല. എല്ലാം നിരന്തര പരിണാമത്തിന് വിധേയമാണ്. ആണ് ശശ്വന്നശ്വരം. ഇപ്രകാരമാണ് ഈ വിശ്വമെന്നോ നിശ്ചിത്യോ. നിശ്ചിത്യ എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ട്. ഇവിടെ നമ്മൾ വിശ്വമഖിലം ശശ്വന്നശ്വരം എന്നാണ് പറയുന്നത്. സംസ്കൃതത്തിൻ്റെ, നമ്മുടെ വൈജ്ഞാനിക സമ്പത്തിൻ്റെ മഹിമയും ഗരിമയും വൈപുല്യവും സമ്പന്നതയും അചിന്ത്യമാണ്. ഇത് പറയാൻ കാരണം ഓരോ പദത്തിനും തന്നെ എത്ര അർത്ഥതലങ്ങളാണ്. നമ്മളിത് വിശ്വം എന്നുള്ളതിനെ മറ്റൊരു ഭാഷയിലേക്ക്, ഉദാഹരണത്തിന് ഇംഗ്ലീഷിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. അവിടെ നമ്മൾ ഒന്നുകിൽ യൂണിവേഴ്സ് എന്നോ അല്ലെങ്കിൽ വേൾഡ് എന്നൊക്കെ തർജ്ജമ ചെയ്യും. പക്ഷേ സംസ്കൃതത്തിൽ ഓരോ പദത്തിനും സവിശേഷതയാർന്ന അർത്ഥങ്ങളാണ്. എപ്പോഴാണോ നമ്മൾ ജഗത്തെന്ന് പ്രയോഗിക്കുന്നത്, അപ്പോൾ ചലനാത്മകമായതെന്നാണ് അർത്ഥം. ഉണ്ടായി, നിലനിന്ന്, വളർന്ന്, മാറ്റങ്ങൾക്ക് വിധേയമായി, ക്ഷയിച്ച് നശിക്കുന്ന ചലനാത്മകതയോടുകൂടിയത്, അഥവാ സ്ഥാനചലനത്തോടു കൂടിയത്. അതിന് തന്നെ നമ്മൾ ഭുവനം എന്ന് പറയുമ്പോൾ എവിടെയാണോ സർവ്വജീവരാശികളും ഉത്പന്നമാകുന്നത് അതെന്നാണ് അർത്ഥം. അതിനെ തന്നെ നമ്മൾ ലോകം എന്ന് പറയുമ്പോൾ കാണപ്പെടുന്നത്, അനുഭവിക്കപ്പെടുന്നത് എന്ന അർത്ഥം. അതിനെ തന്നെ വിശ്വമെന്ന് പറയുമ്പോൾ എന്തിലാണോ എല്ലാവരും പ്രവേശിച്ചിരിക്കുന്നത്, സകല ജീവരാശിയും എന്തിൽ പ്രവേശിച്ചിരിക്കുന്നുവോ അത് വിശ്വമെന്ന അർത്ഥം. അപ്പോൾ നോക്കൂ, ഇതൊക്കെ നമ്മൾ മറ്റൊരു ഭാഷയിലേക്ക് അനുവാദം ചെയ്യുകയാണെങ്കിൽ ഒറ്റ പദമേ ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷെ ഇവിടെ വ്യത്യസ്തങ്ങളായ അർത്ഥതലങ്ങളാണ്. ഇപ്പോൾ സകലരും നിവസിക്കുന്ന ഈ പ്രപഞ്ചം അഖിലവും ശാശ്വതമായി തന്നെ അശാശ്വതമാണ്. ഇതെങ്ങനെ അറിഞ്ഞു? അതാണ് തുടർന്ന് പറയുന്നത്, വാചാ ഗുരോഹോ. ആ പദം നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഓം നമഃശിവായ. എല്ലാവർക്കും നമസ്കാരം. ലോകത്തിൽ സകല ജീവജാലങ്ങളും ആശയവിനിമയം ചെയ്തുകൊണ്ടാണ് അവരുടെ ഗതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ സംബന്ധിച്ച് നോക്കിയാൽ അതിന് 4 വിധം ആണ് നമുക്ക് ഈ ആശയവിനിമയത്തിനുള്ള ഉപാധികളായിട്ട് കാണുന്നത്. 1 കേൾക്കുക എന്നുള്ളതാണ്, 2 പറയുക, 3 എഴുതുക, വായിക്കുക. ഇങ്ങനെ 4 തരത്തിലാണ് മനുഷ്യരെ സംബന്ധിച്ച് ആശയവിനിമയം ലോകത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾവിയാണെന്ന് പറയേണ്ടി വരും, ശ്രവണമാണ്. അമ്മ പറയാറുള്ളൊരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിൽ വരികയാണ്. അതായത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു മുഖം, അതേപോലെ തന്നെ ആ മുഖത്തെ ഒരു വായ, 2 ചെവികൾ, ഇതാണ് കൊടുത്തിരിക്കുന്നത്. വായി നമുക്ക് അടയ്ക്കാൻ സാധിക്കും. അതിനർത്ഥം നമുക്ക് പറയേണ്ട സമയത്ത് പറഞ്ഞാൽ മതി എന്നുള്ളതാണ്, അല്ലാത്തപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. ചെവിയെ സംബന്ധിച്ച് നോക്കിയാൽ ചെവി എപ്പോഴും തുറന്നിരിക്കുന്നു എന്നുള്ളത്, ആ ഒരു ഇന്ദ്രിയം എപ്പോഴും തുറന്നിരിക്കുകയാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ കേൾവിക്ക് വളരെ പ്രാധാന്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഗർഭസ്ഥ ശിശുവിൻ്റെ ആദ്യത്തെ ഇന്ദ്രിയങ്ങളിൽ ഒന്ന് ഉണർന്നു വരുന്നത് ശ്രവണേന്ദ്രിയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ച് ആദ്യം കാണുകയല്ല, മറിച്ച് കേൾവിയാണ് അവിടെ തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പുറത്തെ ഒരു ശബ്ദം, ഭീകരമായ ശബ്ദം പോലും ഗർഭത്തിൽ ഇരിക്കുന്ന ശിശുവിനെ ഭയപ്പെടുത്തുന്നതാണ്, അത് ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഇത് കറോളിന യൂണിവേഴ്സിറ്റിയിൽ അന്തോണി ഡിഗാസ്പർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം റിസർച്ച് ചെയ്തപ്പോൾ ഗർഭസ്ഥ ശിശുവിന് ഗ്രഹിക്കുവാനുള്ള ശക്തി ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തിയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾ ഭയപ്പെടുന്ന വസ്തുക്കൾ അത് കേൾക്കാൻ പാടില്ല,
അവരുടെ മനോവികാരങ്ങൾ എപ്പോഴും സന്തോഷപ്രദമായിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നല്ലത് കേട്ടാൽ മാത്രമേ, അല്ലെങ്കിൽ നല്ലത് കണ്ടാൽ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് എന്തെല്ലാം കടന്നു പോകുന്നു അതെല്ലാം നമ്മുടെ ആഹാരമാണ്. അത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഈ 5 തരത്തിലാണ് നമ്മുടെ ഉള്ളിലേക്ക് വിഷയജ്ഞാനം അകത്ത് കടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാവത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ ആ ഗർഭസ്ഥ ശിശു പോലും അമ്മയിലൂടെ, അമ്മ കേൾക്കുന്നത് ആ കുഞ്ഞിൻ്റെ കേൾവിയായിട്ട് മാറുന്നു, അതിൻ്റെ അറിവായിട്ട് മാറുന്നു എന്നാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് കേൾവിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കേൾക്കേണ്ടത് കേട്ടാൽ മാത്രമേ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ അകത്തെ കണ്ണു തുറക്കുകയുള്ളൂ. വേദത്തിലൊരു മന്ത്രമുണ്ട്, ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേ മാ അക്ഷപിർ യജത്രാഹ എന്ന് പറയുന്നൊരു മന്ത്രമുണ്ട്. അല്ലയോ ദേവതകളെ, എനിക്ക് നല്ലത് ശുഭമായത് കേൾക്കുവാൻ ഇടവരട്ടെ, അതുപോലെ തന്നെ ശുഭമായത് കാണുവാൻ ഇടവരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഈ കേൾവി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കേൾവി, അപ്പോൾ കേൾക്കേണ്ടത് കേൾക്കുക, ശുഭമായത് കേൾക്കുക, നമ്മുടെ മനസ്സിനെ വികാസത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ കേൾക്കുക, നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യവും അഭിവൃദ്ധിയും സമാധാനവും ശാന്തിയും എല്ലാം ഉണ്ടാക്കേണ്ടതായ കാര്യങ്ങൾ കേൾക്കുക. അങ്ങനെ കേട്ടാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ചാരിതാർത്ഥ്യം ഉണ്ടാകുകയുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ശ്രവണത്തിന് വലിയ പ്രാധാന്യം പറയുന്നത്. പണ്ട് കാലത്ത് നമ്മൾ പറയും ഗുരുമുഖത്ത് നിന്ന് കേൾക്കണമെന്ന് പറയും. ഗുരുമുഖത്ത് നിന്ന് കേൾക്കണം ശുഭമായ കാര്യങ്ങളെ. അല്ലെങ്കിൽ പണ്ട് കാലത്ത് ബ്രഹ്മവിദ്യ ഉപദേശിച്ചിരുന്നത് ഉപനിഷത് ജ്ഞാനങ്ങൾ ഗുരുമുഖത്ത് നിന്ന് കേൾക്കുക എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു. ഗുരുവിൻ്റെ അടുത്തിരുന്ന് ഗുരുമുഖത്ത് നിന്ന് തന്നെ കേൾക്കുക. അപ്പോൾ ഗുരുമുഖത്ത് നിന്ന് കേൾക്കുന്നതിൻ്റെ പ്രാധാന്യം, ഗുരുവിൻ്റെ വാക്കുകൾ അത് അനുഭൂതിയെ ചുമന്നുകൊണ്ടാണ് വരുന്നത്, അതിനെ വഹിച്ചുകൊണ്ടാണ് വരുന്നത്. ഒരു പുഷ്പം വിടരുമ്പോൾ അതിൽ നിന്ന് സുഗന്ധം അതിനോടൊപ്പം കടന്നു വരുന്നത് പോലെ ആ ശബ്ദത്തോടൊപ്പം, വാക്കിനോടൊപ്പം, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആ ഒരു മുഖത്ത് നിന്ന് വാക്കിനോടൊപ്പം വരുന്നത് അനുഭൂതിയുടെ തലങ്ങളാണ്. അത് കേൾക്കുന്ന ശിഷ്യനിൽ അല്ലെങ്കിൽ ശ്രോതാവിൽ ആ അനുഭൂതി തന്നെ പ്രാപ്തമാക്കുവാൻ ഉള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ്. അതുകൊണ്ടാണ് കേൾവിക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ, പുരാണങ്ങളിലൊക്കെ എടുത്താൽ, ഇപ്പോൾ നമ്മൾ ഭാഗവതത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രഹ്ലാദൻ കയാതുവിൻ്റെ ഗർഭത്തിലിരുന്നു കൊണ്ട് ഹരിയുടെ മഹത്വം കേട്ടു എന്നാണ്. ഗർഭത്തിലിരുന്നു കൊണ്ട് കേട്ടു എന്നാണ്. അതുപോലെ തന്നെ അഭിമന്യുവിനെ പറ്റി പറയുമ്പോൾ ഉത്തരയുടെ ഗർഭത്തിലിരുന്നു കൊണ്ട് ചക്രവ്യൂഹം ഭേദിക്കുന്ന വർത്തമാനം കേട്ടു എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ശുഭമായ കാര്യങ്ങൾ കേട്ടാലേ നമ്മുടെ വ്യക്തിത്വം, യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വം വാർക്കപ്പെടുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥ വ്യക്തിത്വ രൂപീകരണത്തിന് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന ഒരു മാധ്യമമാണ് ശ്രവണം എന്നുള്ളത്. അപ്പോൾ അത് നല്ലത് വേദങ്ങളിൽ നിന്നാണെങ്കിലും നമ്മുടെ ആദ്യം ശ്രവിച്ചു എന്നാണ്. ഋഷീശ്വരന്മാർ വേദതത്വങ്ങളെ ആദ്യം ശ്രവിച്ചു എന്നാണ്. അതുപോലെ ചില പ്രാർത്ഥനകളുണ്ട്, ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. അപ്പോൾ ഈ കേൾക്കുന്നത് നമുക്കറിയാം, ഒരു ശബ്ദം ഉള്ളിൽ നിന്ന് വരുമ്പോൾ അത് ആ വരുന്ന സ്ഥാനത്തെയാണ് നമ്മൾ പര എന്ന് വിളിക്കുന്നത്. പശ്യന്തി എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തെ നമുക്ക് കാണാൻ പറ്റുന്ന, നമ്മുടെ ഉള്ളിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു രൂപമാണ് പശ്യന്തി. അതുപോലെ മധ്യമ ചുണ്ടുകളിൽ വരുമ്പോൾ, വൈഖരി പുറത്തേക്ക് വരുമ്പോൾ, അപ്പോൾ ആ ഒരു ശബ്ദം, ഉള്ളിൽ നിന്ന് വരുന്ന ആ ശബ്ദം അതിൻ്റെ ഗന്ധത്തെ ഒരു പുഷ്പം അതിൻ്റെ ഗന്ധത്തെ കൊണ്ടുവരുന്നത് പോലെ അനുഭൂതികളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ നല്ലത് കേൾക്കണമെന്ന് പറയുന്നത്. ചീത്ത വർത്തമാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ അന്തരംഗം അല്ലെങ്കിൽ അന്ധക്കരണം അതേ വിധത്തിലേക്ക് മാറും. അതുപോലെ നല്ലത് കേട്ടാൽ നമ്മുടെ അന്ധക്കരണം ആ താതാമ്യം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നല്ലത് കേട്ടാൽ, ഈശ്വരനെപ്പറ്റി കേട്ടാൽ, ഈശ്വരൻ്റെ മഹത്വത്തെപ്പറ്റി കേൾക്കുകയാണെങ്കിൽ നമ്മുടെ അന്ധക്കരണം ആ ഭാവത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ശോഭനമായൊരു ഭാവി നമുക്കുണ്ടായിത്തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വേദങ്ങളിൽ നിന്നും നമ്മുടെ ഇതിഹാസങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ തന്നെ തുടക്കത്തിൽ തന്നെ ചെറുപ്പകാലം മുതൽ നല്ലത് കേൾക്കുവാനുള്ള ഒരു ശീലമുണ്ടായാൽ ഈ സമൂഹത്തെ സംസ്കാര സമ്പന്നമാക്കണമെങ്കിൽ അതല്ലാണ്ട് മറ്റൊരു മാർഗവുമില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം നല്ലത് കേൾക്കുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നന്ദി, നമഃശിവായ. സന്ധ്യാദീപം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.